സയൻസ് സെന്റർ നിയർ പോസ്റ്റ് ഓഫീസ് എടോടി വടകര. വടകര ഗുരുസ്വാമി കെ കുഞ്ഞിരാമക്കുറുപ്പിന്റെ 6ാം ചരമവാർഷിക ദിനത്തിൽ സ്മൃതി മണ്ഡപത്തിൽ ബന്ധുക്കളും ഭക്തരും അയ്യപ്പന്മാരും പുഷ്പാർച്ചന നടത്തി. സുനിൽ വടകരയുടെ സോപാന സംഗീതത്തോടുകൂടിയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. നടന്ന സാംസ്കാരിക സദസ്സിൽ വി കെ ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. അകന്നു നിൽക്കാൻ ആഗ്രഹിക്കുന്നത്, പക്ഷേ നമ്മുടെ പ്രിയങ്കരനായ ഗുരുസ്വാമി അവരുടെ ജീവിതത്തിൽ ഉറപ്പിച്ച ആ സ്ഥാനം അത് എന്തെന്നും ഓർമ്മിക്കത്തക്കതാണ്. നമ്മെ ഗുരുസ്വാമി ഓർമ്മിപ്പിച്ച മറ്റൊരു കാര്യം, ഭക്തിയിലൂടെ മാത്രമേ മോക്ഷപ്രാപ്തി കൈവരിക്കാൻ കഴിയൂ എന്നുള്ളതാണ്. കാവിൽ പി കെ കുമാരഗുരുസ്വാമി പരിപാടി ഉദ്ഘാടനം ചെയ്തു. വി പി ജിനചന്ദ്രബാബു ആധ്യാത്മിക പ്രഭാഷണം നടത്തി. ഉൾപ്പെടെ ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തുമ്പോഴേ ഇന്ന് കാണുന്നത് പോലെ ഫ്ലൈ ഓവറിന്റെ മേലെ കൂടി പോകണ്ട, നമുക്ക് ചുറ്റമ്പലം ചുറ്റി വരിക്കാടിൻ്റെ ഉള്ളിൽ കൂടി തന്നെ ദർശനത്തിന് പോകാനുള്ള അവസരമുണ്ടായിരുന്ന സമയത്ത് ആ ഗുരുസ്വാമിയുടെ കണ്ണിൽ അവിടെ നിറഞ്ഞു കത്തുന്ന വിളക്ക് കിട്ട സമയത്ത് ഒരു വണ്ട്, നമ്മളിവിടെ വണ്ടെന്ന് പറയും, ആ വിളക്കിൽ വീണത് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അദ്ദേഹം അത് വിരൽ കൊണ്ട് എടുത്ത് പുറത്തേക്ക് കളഞ്ഞു. ആ വിരൽ തലയിൽ ഇങ്ങനെ ചെയ്തു. പിറകിലുള്ള എല്ലാ സ്വാമിമാരും എല്ലാ വിളക്കിലും വിരൽ കുത്തി തലയിലേക്ക് തുടച്ചു. അനാചാരമല്ലേ? ആചാരമല്ലല്ലോ. ഗുരുസ്വാമി ചെയ്തത് ഏറ്റവും പുണ്യമായൊരു കർമ്മം. പക്ഷെ സ്വാമിമാരെ തെറ്റിദ്ധരിച്ചു. ഇത് അതിൻ്റെ പിന്നിലുള്ള സ്വാമിമാരൊക്കെ കാണുകയും അവർക്ക് ആർക്കും ഇത് തിരിഞ്ഞില്ല. എന്താണ് ഇത് സംഭവം നടക്കുന്നത്? എല്ലാവരും വിളക്കിൽ വിരൽ കുത്തുന്നു, എല്ലാവരും പുറത്തേക്ക് ധരിപ്പിക്കുന്നു, തലയിലെടുക്കുന്നു. അപ്പോൾ അതൊരു ആചാരം പോലെയായി വന്നില്ല. ഇത് നിങ്ങൾ പുതിയ സ്വാമിമാർ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാനിവിടെ സൂചിപ്പിച്ചത്. ഗുരുസ്വാമിമാർക്ക് തെറ്റ് പറ്റുമ്പോൾ നിങ്ങൾക്കത് ചൂണ്ടിക്കാണിക്കാം. അതാണ് വടകര ഗുരുസ്വാമി നമ്മളെയൊക്കെ പഠിപ്പിച്ചത്. ഇന്നലെ എനിക്കൊരു ആദരവുണ്ടായിരുന്നു ഓർക്കാട്ടിൽ വെച്ച്. ഞാനവിടെ പറഞ്ഞു, നിങ്ങൾ എന്നെ ആദരിച്ചത് വളരെ ശരി, എനിക്ക് വളരെ സന്തോഷമുണ്ട്. പക്ഷെ നിങ്ങൾ ആദരിച്ചത് വടകര ഗുരുസ്വാമിയാണ്, കുമാരസ്വാമിയല്ല. കുമാരസ്വാമിയെ ഈ പാതയിലേക്ക് കൊണ്ടുവന്നത് അദ്ദേഹമാണ്. അപ്പം നിങ്ങളുടെ ആദരവ് ഞാൻ അദ്ദേഹത്തിൻ്റെ പാതാരബിംബങ്ങളിൽ സമർപ്പിക്കുന്നു എന്ന് പറയാനുള്ളൊരു ചങ്കൂറ്റം എനിക്കുണ്ടായത് എനിക്ക് പകർന്നു തന്ന ആ ചൈതന്യ ശക്തി കൊണ്ടാണ്. ഇപ്പോഴും എപ്പോഴും ഞാൻ ഗുരുവിനെ സ്മരിച്ചുകൊണ്ടേയിരിക്കുന്നു. അത് നിങ്ങളുടെ മുമ്പിൽ പറയേണ്ട ഒരു ആവശ്യമില്ല. എങ്കിലും ഞാനത് സൂചിപ്പിക്കുന്നത്, പലരോടും ഗുരുവിനെ മറന്നു പോകുന്നൊരു പ്രവണത അത് നമ്മുടെ സമൂഹത്തിൽ ശരിയല്ല. ഗുരു കാണിച്ചു തന്ന പാതയിൽ കൂടി നമ്മൾ സഞ്ചരിക്കുമ്പോൾ ആ ഗുരുവിനെ ഒരിക്കലും നമ്മൾ മറക്കാൻ പാടില്ല. അത് ആരുടെ ഭാഗത്ത് നിന്നായാലും, ഏത് തിരക്ക് പിടിച്ച ജീവിതത്തിലായി കഴിഞ്ഞാലും വടകര ഗുരുസ്വാമി എന്ന ആ നാമം, സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിക്കുമ്പോൾ സദ്ഗുരുനാഥനെ ശരണമയ്യപ്പ എന്ന് നമ്മൾ വിളിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ സദ്ഗുരു ആരാണ് എന്ന ബോധം മനസ്സിലുണ്ടാകണം. രാഘവ ഗുരുസ്വാമി, വത്സലൻ കുനിയിൽ, പ്രേമൻ റോയൽ, കുരിക്കിലാട് നാണുസ്വാമി, മാളികപ്പുറം ശാന്ത, അച്യുതൻ, പവിത്രൻ ചോമ്പാല തുടങ്ങിയവർ സംസാരിച്ചു. അർപ്പിച്ചുകൊണ്ട് ജീവിക്കണം എന്നതായിരിക്കണം ഭഗവാൻ നിശ്ചയിച്ചിരുന്നത്. ആയിരക്കണക്കിന് ഭക്തന്മാർക്ക് ആത്മീയ ചൈതന്യം നൽകിയ ഗുരുവായിരുന്നു ശ്രീ കെ കുഞ്ഞിരാമഗുരു. അദ്ദേഹത്തിനെ നമ്മളിൽ ഇവിടെ കൂടിയിരിക്കുന്ന ഭക്തർക്ക് ഇല്ലാത്ത
ഒരു ദുഃഖം പേറിക്കൊണ്ടാണ് ഈ ഭൂമിയിൽ അദ്ദേഹം ജനിച്ചത്. ഒരുപക്ഷെ ഇവിടെ കൂടിയിരിക്കുന്ന ഭക്തന്മാർക്ക്, ശിഷ്യന്മാർക്ക് അത് അറിയില്ലായിരിക്കാം. എൻ്റെ അമ്മ പറഞ്ഞു തന്ന കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ പിതാവിനെ ഒരു പ്രാവശ്യം പോലും കാണാനുള്ള ഭാഗ്യമുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിനെ മാതാവ് പ്രസവിക്കുന്ന സമയത്ത് ആകുമ്പോഴേക്കും പിതാവ് അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടിരുന്നു. അല്ലെങ്കിൽ അദ്ദേഹം തൻ്റെ മാതാവിൻ്റെ സ്നേഹ വാത്സല്യത്തിൽ വളരുകയായിരുന്നു. വടകര ഗുരുസ്വാമി വടകരക്കാരനല്ല എന്ന കാര്യം പലർക്കും അറിയില്ല. അദ്ദേഹം ജനിച്ചതും പഠിച്ചതും വളർന്നതും 18 വയസ്സുവരെ തോടന്നൂരിലായിരുന്നു.